നമ്മുടെ കേരളത്തിൽ ഏലിയന്റെ സാന്നിധ്യം ഉണ്ടാവാൻ പോവുകയാണെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അധികം താമസിയാതെ അങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾ കേൾക്കേണ്ടി വരും. അതെ, കേരളത്തിലേക്ക് പ്ലൂട്ടോ എന്ന സിനിമയിലൂടെ ഒരു ഏലിയൻ വരാൻ പോവുകയാണ്. പ്ലൂട്ടോ ഒരു സൈഫൈ കോമഡി മൂവിയാണ്. ഒരു ഏലിയൻ സൈഫൈ കോമഡി മൂവിയാണ്. മലയാളത്തിൽ സൈഫൈ മൂവീസ് അല്ലെങ്കിൽ ഏലിയൻ ടൈപ്പ് ഓഫ് മൂവീസ് വളരെ കുറവാണ്. ഞാൻ കണ്ടത് പഴയ ഒരു മൂവിയായിരുന്നു. റെഡ് റെയിൻ എന്നാണ് മൂവിയുടെ പേര്. ഒരുപക്ഷെ ആ മൂവി എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഡയറക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആളെ പിടികിട്ടും. ആ ഡയറക്ടറിന്റെ മറ്റു സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് വളരെ ഉറപ്പാണ്. കാരണം ആ ഡയറക്ടറാണ് ഭൂതകാലം, ഭ്രമയുഗം, ഡി.എസ്. ഇറെ ഡയറക്റ്റ് ചെയ്തത്. ദി ഡയറക്ടർ ഈസ് രാഹുൽ സദാശിവൻ. സോ ആ മൂവിയെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നില്ല. കണ്ടിട്ടുള്ളവർ ആ മൂവിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യേണ്ടതാണ്. സോ നമ്മൾ സംസാരിക്കുന്നത് പ്ലൂട്ടോ മൂവിയെക്കുറിച്ചിട്ടാണ്. പ്ലൂട്ടോ മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ ആദിത്യൻ ചന്ദ്രശേഖർ. എങ്കിലും ചന്ദ്രിക മൂവി ഡയറക്ട് ചെയ്ത ആദിത്യൻ ചന്ദ്രശേഖറാണ് ഈ മൂവി ഡയറക്ട് ചെയ്തേക്കുന്നത്. സോ മൂവിയിൽ നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ്, അർഷ ബൈജു തുടങ്ങിയവരല്ലാതെ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരുപാട് ആക്ടേഴ്സ് ഈ മൂവിയിലുണ്ട്. ഞണ്ടുകളുടെ നാട്ടിലെ ഒരു ഇടവേള, ഓടുംകുതിര ചാടുംകുതിര ഡയറക്ട് ചെയ്ത അൽതാഫ് സലീമാണ് ഇതിൽ ഏലിയൻ ആയിട്ട് എത്തുന്നത്. സോ പ്ലൂട്ടോ മൂവിയുടെ ഫസ്റ്റ് ഗ്ലിംസ് റിലീസ് ആയിട്ടുണ്ട്. നമ്മളേവരും കോമിക് ബുക്സിലൊക്കെ വായിച്ചിട്ടുള്ള പോലത്തെ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള പോലത്തെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആണ് ഫസ്റ്റ് ഗ്ലിംസിൽ വന്നിട്ടുള്ളത്. സോ മൂവി ഉടനീളം ഒരു കോമിക് ഫൺ ടൈപ്പ് കോമഡി മൂവി ആയിരിക്കുമെന്ന് നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാം. സോ മൂവിയുടെ റിലീസ് അല്ലെങ്കിൽ തുടർന്നുള്ള അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യേണ്ടതാണ്. സോ ഏവരെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു മൂവിയായി തന്നെ പ്ലൂട്ടോ മാറട്ടെ എന്ന് ആശംസിക്കാം, പ്രതീക്ഷിക്കാം. സോ ഹോപ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സൈനിങ് ഓഫ്.